കഥകളാൽ ഇരുട്ട് മൂടിയ ഒരു ചരിത്ര ശേഷിപ്പ്. കൊൽക്കത്തയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രഭരിതമായ ഒരു കെട്ടിടം, റൈറ്റേഴ്സ് ബിൽഡിംഗ്. ബ്രിട്ടീഷ് നിർമ്മിതികളുടെ കയ്യൊപ്പ് ചാർത്തി ഇന്നും തലയൂർത്ത് നിൽക്കുന്ന ഒരു ചരിത്ര അവശേഷിപ്പ്. ഇന്ന് ഭീതിയുടെ നിഴലുകൾ ഒളിഞ്ഞും തെളിഞ്ഞും മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന പല കഥകളുമായി അവിടെ മാറിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ഭിത്തികൾക്കകത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രമാണോ, അതോ തകർച്ചയോ, അതുമല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ കുറ്റബോധമോ? കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഡിസംബർ 8 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീ പടർന്നു കയറിയ നാളുകൾ. 3 യുവസേനാനികൾ, ബെനോയ്, ബദൽ, ദിനേശ്, ഒരു തീപ്പൊരി പോലെ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ അവർ കയറി ഇറങ്ങി. അവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്ക് മുഖ്യ പ്രതിനിധിയായ കർണൽ സിപ്സണെ വകവരുത്തുക എന്നതായിരുന്നു. അന്ന് ആ സന്ധ്യയ്ക്ക് അവിടെ ഉച്ചത്തിൽ ഒരു തോക്ക് മുഴങ്ങി. സിപ്സൺ ചിതറി വീണു. അതൊരു തുടക്കം മാത്രം. പിന്നീട് ബദൽ വിഷം കഴിച്ചു മരിച്ചു. ബെനോയ് ആശുപത്രിയിൽ മരിച്ചു. ദിനേശ് തൂക്കിലേറ്റപ്പെട്ടു. അവർ മരിച്ചില്ലെന്ന് കരുതുന്നവർ ഇന്നും ഈ കൽക്കട്ടയിലുണ്ട്. അവർ കഥയുടെ പുറകിലുണ്ട്. ഓടിമറയുന്ന ചുവപ്പുള്ള ഷാൾ ധരിച്ച യുവാക്കളെ പോലെ ബ്രിട്ടീഷ് പടയോട് പോരാട്ടത്തിന് ഇറങ്ങിയവർ. വർഷങ്ങൾ ഓടിമറഞ്ഞു. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയിരിക്കുന്നു. വർഷം 1970. ഒരു രാത്രികാല പെട്രോളിംഗ്. പോലീസ് ഗാർഡ് മിസ്റ്റർ മൻഷിറാം തനിച്ചായിരുന്നുവെങ്കിലും ആ റോഡിലും ആ ബിൽഡിങ്ങിലും അയാൾ തനിച്ചായിരുന്നില്ല. മുൻകൂട്ടിയായി അയാൾ അവിടെ കണ്ടത് വെളുത്ത കോട്ടും പഴയ യൂറോപ്യൻ വസ്ത്രങ്ങളും ധരിച്ച ഒരു പുരുഷനെ. റൈറ്റേഴ്സ് ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പുകൾ ആ പുരുഷൻ കയറി ഇറങ്ങുന്നു. ഇതെന്താണ് എന്ന് ഒരു രീതിയിലും അയാൾക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ സാധിച്ചില്ല. അതോ ബ്രിട്ടീഷുകാർ വീണ്ടും ഇന്ത്യയിൽ തിരികെ എത്തിയോ? അയാൾ അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ബ്രിട്ടീഷുകാരന്റെ കാലുകൾ നിലത്ത് തിളങ്ങുകയായിരുന്നു. എന്നാൽ ആ കാലുകൾ തറയിൽ ഉറയ്ക്കാത്തതുപോലെ. അതൊരു മനുഷ്യനല്ല, അയാൾ ഉറക്കെ മനസ്സിൽ പറഞ്ഞു. പേടിച്ചരണ്ട അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. ഇത് പോലീസ് സേനകളിൽ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എന്നാൽ ഇതെല്ലാം അയാളുടെ തോന്നലുകളാണെന്ന് പറഞ്ഞു നടന്നവർ പിന്നീട് അത് തിരുത്തി പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കെട്ടിടത്തിൽ നിന്നും രാത്രി കാലങ്ങളിൽ കാതിൽ തറയ്ക്കുന്ന പഴയകാല ടൈപ്പ് റൈറ്ററുകളുടെ ശബ്ദം. എന്നാൽ കെട്ടിടത്തിലെ മുറികൾ ശൂന്യമായിരിക്കും. അതിനോടൊപ്പം പേപ്പർ താളുകൾ മറിയുന്ന ശബ്ദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വ്യക്തമായി കേൾക്കാം. ഒരു ടൈപ്പ് റൈറ്ററിൽ പൂർത്തിയാക്കി വച്ചിരിക്കുന്ന ഒരു പേപ്പറിൽ ഇപ്രകാരം അന്ന് അവിടെ എഴുതിയിരുന്നു. ഇവിടെ എഴുതപ്പെട്ട എല്ലാം ആരോ ഒരാൾ എഴുതിയ കഥയല്ല, ഒരാൾക്കായി എഴുതിയ ശാപമാണ്. കഥകൾ തീരുന്നില്ല. മുൻ ബംഗാൾ മന്ത്രി സുബ്രത മുഖർജി ഒരു രാത്രിയിൽ 3-ാം നിലയിലെ റൂമിലേക്ക് കയറുകയായിരുന്നു. അക്കാലങ്ങളിൽ മുഖ്യമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകൾ ഈ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലായിരുന്നു. ഇദ്ദേഹം 3-ാം നിലയിലെത്തിയപ്പോൾ ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്തു പോയപ്പോൾ ആ കോൺസ്റ്റബിളിന്റെ കാലുകൾ നിലത്തൊട്ടിയിരുന്നില്ല. സുബ്രത മുഖർജി വളരെ ഭീതിയോടെ ആ കാഴ്ച കണ്ടു. ഒരു നിമിഷം തനിക്ക് 1000 വർഷങ്ങളായി ഉറങ്ങാതിരുന്ന ചരിത്രം അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുൻപിൽ തെളിഞ്ഞു. പല ചരിത്ര സംഭവങ്ങളും തനിക്ക് അവിടെ കൺമുൻപിൽ വെച്ച് കാണാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ ചരിത്ര സത്യങ്ങളെല്ലാം അയാളുടെ കൺമുൻപിൽ കൂടി മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. തുടരെ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ നിന്നും പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാകാൻ തുടങ്ങി. ബൂട്ടിട്ട കാലുകളുടെ ശബ്ദം, ബ്രിട്ടീഷ് ഉച്ചാരണത്തിൽ ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നത് പോലെ. അങ്ങനെ ആ റൈറ്റേഴ്സ് ബിൽഡിംഗ് ഭീതി കൊണ്ട് ഒറ്റപ്പെട്ടു. ശേഷം ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി പോലും തന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളും അവിടെ നിന്നും മാറ്റി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്ന് റൈറ്റേഴ്സ് ബിൽഡിംഗിലെ മുറികൾ പോസ്റ്റ് ഓഫീസായും ചിലത് വെറും സ്റ്റോർ റൂമുകളായും ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ റൈറ്റേഴ്സ് ബിൽഡിംഗ് ഇപ്പോൾ പുനരുദ്ധാനത്തിലാണ്. പക്ഷേ ആ പണ്ടത്തെ ഹാളുകൾ, വെള്ള ചുവരുകൾ, കൊളോണിയൽ കതകുകൾ ഇപ്പോഴും ഇരുട്ട് മൂടിക്കിടക്കുന്നു. അവിടെ ആരൊക്കെയോ ടൈപ്പ് റൈറ്ററുകളിൽ കഥകൾ എഴുതുന്നത് ഇന്നും അവിടെ തുടരുന്നു. നിങ്ങൾ ചെവി ചേർത്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി ആ കഥകൾ വീണ്ടും അവിടെ എഴുതി തുടങ്ങും. ഇതൊരു കഥയല്ല, ഇതൊരു രേഖപ്പെടുത്തലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് റൈറ്റേഴ്സ് ബിൽഡിംഗ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയേക്കാം. സാധിക്കുമെങ്കിൽ കൽക്കട്ടയിൽ പോയി നിങ്ങൾക്കും ഈ പറയുന്ന അനുഭവങ്ങൾ അനുഭവിച്ച് തിരിച്ചു വരാം.